ഓക്കെ. പ്രാർത്ഥനയെക്കുറിച്ചുള്ള പാഠങ്ങളാണ് നാം പഠിക്കുന്നത്. ദ ഇമ്പാക്റ്റ് ഓഫ് പ്രേയർ, പ്രാർത്ഥനയുടെ സ്വാധീനം എന്ന അവഗാഹമായ സബ്ജക്റ്റാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ കഴിഞ്ഞുള്ളൂ. ഇന്ന് അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ചോദ്യങ്ങളുണ്ട് എങ്കിൽ പോലും എൻ്റെ അവസാന പാദത്തിൽ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഇപ്പോഴും മനസ്സിലാക്കണം, പ്രാർത്ഥനയ്ക്ക് വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിയും. തലമുറകളിലും ചരിത്രത്തിലും വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന കരുത്തുറ്റ ശക്തിയാണ് പ്രാർത്ഥന. ഞാൻ ഇന്ന് തിരുവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വേദപുസ്തകത്തിലെ രാജാക്കന്മാരുടെ പട്ടികയിൽ സ്ത്രീകളെ നമ്മൾ അധികം കാണുന്നില്ല. ന്യായാധിപന്മാരുടെ പട്ടികയിലും സ്ത്രീകളെ അധികം കാണുന്നില്ല. അപ്പോസ്തലന്മാരുടെ പട്ടികയിലോ നേതൃസ്ഥാനീയരായവരുടെ പട്ടികയിലോ സ്ത്രീകളെ നമ്മൾ അധികം കാണുന്നില്ല. പക്ഷെ വേദപുസ്തകത്തിൽ സ്ത്രീകളെ കാണുന്ന രംഗങ്ങൾ എവിടെയാണെന്ന് അറിയാമോ? പ്രാർത്ഥനയിലാണ്. ചരിത്രത്തെ മാറ്റിമറിച്ച പ്രാർത്ഥനയാണ് അവരിൽ കൂടെ ദൈവം നടത്തിയത്, അല്ലേ? മിരിയാം മോശയോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുവാനും പാട്ടുപാടുവാനും ജനത്തിന് ഉത്തേജനം കൊടുക്കുവാനും ദൈവം ഉപയോഗിച്ചയാളാണ് മിരിയാം. ഹന്ന, ശ്രദ്ധിക്കുക, ഹന്ന, എസ്തേർ, നവോമി, രൂത്ത്, അങ്ങനെ വേദപുസ്തകത്തിൽ പേര് പറയാവുന്ന ആളുകളെല്ലാം, അവരെല്ലാം ദൈവം ചരിത്രത്തിൽ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഹന്നായെക്കുറിച്ചുള്ളൊരു പ്രാർത്ഥന സബ്ജക്റ്റ് കഴിഞ്ഞ ദിവസം പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിച്ചു പറഞ്ഞിരുന്നു. ചരിത്രത്തെ മാറ്റിമറിച്ച പ്രാർത്ഥനയാണ് ഹന്നായുടെ പ്രാർത്ഥന. കോരഹൂത്തന്മാരുടെ വംശ പാരമ്പര്യത്തിൽ 8ാമത്തെ ആളായിട്ട് ദൈവം മാറ്റിയ ആളാണ് ശമൂവേൽ. കോരഹൂത്തന്മാരുടെ തലമുറയെ നമുക്കറിയാം. ആ തലമുറയിൽ, ആ വംശ പാരമ്പര്യത്തിൽ 8ാമത്തെ തലമുറയിൽ ജനിച്ചയാളാണ് ശമൂവേൽ പ്രവാചകൻ. ശമൂവേൽ പ്രവാചകൻ വന്നതോടുകൂടെ, അല്ലെ, ശമൂവേൽ വന്നതോടുകൂടെ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചു, രാജാക്കന്മാരുടെ കാലം ആരംഭിക്കുന്നു. അങ്ങനെ രാജാക്കന്മാർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ച ചരിത്രത്തിലെ ഉയർന്ന ഒരു മനുഷ്യനായി ദൈവം ശമൂവേലിനെ മാറ്റി. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു സഹോദരിയുടെ കണ്ണുനീര്, ഒരു സഹോദരിയുടെ പ്രാർത്ഥന. അപ്പം ശമൂവേലിന്റെ പുസ്തകം ഒരു അമ്മയുടെ പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ആ പുസ്തകം മുന്നേറുന്നത് രാജാക്കന്മാരുടെ ചരിത്രത്തോടു കൂടിയാണ്, രാജ്യങ്ങളുടെ ചരിത്രത്തോടു കൂടിയാണ്. നോക്കുക, പ്രാർത്ഥനയ്ക്ക് വളരെ ഇമ്പാക്റ്റ് ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് വലിയ മാറ്റങ്ങൾ ചരിത്രത്തിലും തലമുറയിലും സൃഷ്ടിക്കുവാൻ കഴിയും. പ്രാർത്ഥന ദൈവം എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, അതാണ് പ്രാർത്ഥനയുടെ സ്വാധീനം എന്ന് പറയുക. ഹൗ ഗോഡ് ട്രീറ്റ്സ് അവർ പ്രേയർ. ദൈവം എങ്ങനെയാണ് പ്രാർത്ഥനയെ കണക്കാക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഉള്ള ഉത്തേജനം നമുക്ക് ലഭിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ വരണം. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കണം. സാധാരണ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുകയില്ലെന്ന് ആൾക്കാർ പറയുന്നു. കാരണം വെളിപ്പാട് പുസ്തകത്തിലെ ഭാഷ അതിന് കാരണം. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് മിസ്റ്റിക്കൽ സയൻസാണ്. മാർമികമായ ശാസ്ത്രം ഉൾപ്പെടുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിൻ്റെ അകത്തെ ലാംഗ്വേജ് എല്ലാ കാലത്തേക്കും നിൽക്കാൻ കഴിയുന്ന നിലയിലുള്ള ഭാഷയാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നന്നായി മനസ്സിലാക്കണം. അത് മറ്റ് പുസ്തകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പുസ്തകമല്ല വെളിപ്പാട് പുസ്തകം. മറ്റ് പുസ്തകങ്ങളുടെ തുടർച്ചയാണ് വെളിപ്പാട് പുസ്തകം. ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് ദ ബൈബിൾ ആണ് വെളിപ്പാട് പുസ്തകം. അത് മനസ്സിലാക്കണം. അപ്പം അതിൻ്റെ അകത്തെ ഭാഷ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ അകത്തെ സയൻസ്, അടയാളങ്ങൾ പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ ഭാഷയാണത്. അതെല്ലാം ഭാഷകളാണ്. അതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ വെളിപ്പാട് പുസ്തകം മനസ്സിലാക്കുള്ളൂ. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ ഭാഗം, കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച് ആരംഭിച്ചതും അവസാനിപ്പിച്ചതുമായ ഒരു ഭാഗം വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യമാണ്. ഹൗ ഗോഡ് ട്രീറ്റ്സ്
our prayers. നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് ദൈവം കണക്കാക്കുന്നത്, എങ്ങനെയാണ് ദൈവം അതിനെ മാനിക്കുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സ്വർഗത്തിൽ അരമണിക്കൂർ മൗനമുണ്ടായി. അങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ? സ്വർഗത്തിൽ, എന്റെ പിന്നാലെ പറഞ്ഞു, സ്വർഗത്തിൽ അരമണിക്കൂർ മൗനതയുണ്ടായി. ആ, ഈയിടെ ഒരു ദൈവദാസൻ, ഈയിടെയല്ല, പഴയ കാലം തൊട്ട് ഇങ്ങനെ പഠിച്ചു വരുന്ന ഈ സ്വർഗത്തിൽ സ്ത്രീകളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വർഗത്തിലെ സ്ത്രീകളില്ല. അതിന് കാരണം എന്നാ? സ്വർഗത്തിൽ അരമണിക്കൂർ മൗനം ഉണ്ടായി. അതതിന്റെ കാര്യം. സ്വർഗത്തിൽ ഈ സഹോദരിമാരെല്ലാവരും കൂടെ സ്വർഗത്തോട്ട് ചെല്ലുമ്പോൾ മൗനം ഉണ്ടാവുമോ? വലിയ ബുദ്ധിമുട്ടാ. ഈ അമേരിക്കയ്ക്ക് പോയൊരു ടൂറ്, ഒരു വലിയ ടൂർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തിയപ്പോൾ ഈ ഗൈഡ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇപ്പൊ ഈ സഹോദരിമാരെല്ലാം കൂടെ അല്പസമയം നിശബ്ദമായിരിക്കാമെങ്കിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം നമുക്ക് ഇവിടെ നിന്ന് ഇരുന്ന് കേൾക്കാമെന്ന് പറഞ്ഞു. അത് പിടങ്ങരുത് കേട്ടോ, ഉറക്കം പോകാൻ വേണ്ടി പറഞ്ഞതാ. സ്വർഗത്തിൽ അരമണിക്കൂർ മൗനം ഉണ്ടായി. എന്താ ഈ മൗനം ഉണ്ടാകാൻ കാരണം? ആ വേദഭാഗം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തൊട്ട് 5-ാം വാക്യം വരെ ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. മതി. ഈ ഭാഗം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചു വിട്ടതാണ്, പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞില്ല. ചോദ്യങ്ങൾ വന്നതോടുകൂടെ ആ ഭാഗം ഒന്ന് വിശദീകരിച്ച് പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ടായി. അതുകൊണ്ടാണ് ആ ഭാഗം ഒന്ന് വിശദീകരിച്ച് പറയുന്നത്. സ്വർഗത്തിൽ അരമണിക്കൂറോളം, ഏകദേശം എന്നൊരു പദം അവിടെയുണ്ട്. ഏകദേശം, എക്സാക്ട്ലി അല്ല, ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. ഇതിന്റെ കാരണം എന്താ? പ്രാർത്ഥനയെക്കുറിച്ചാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. അവിടെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതിന്റെ കോണ്ടസ്റ്റ് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന്റെ കോണ്ടസ്റ്റ് അന്വേഷിച്ച് എങ്ങും പോകണ്ട. അരമണിക്കൂർ മൗനത ഉണ്ടായി എന്നുള്ളതിന്റെ കോണ്ടസ്റ്റ് അതിൻ്റെ അകത്ത് തന്നെ ഈ 5 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ അന്വേഷിച്ചാൽ അത് നമുക്ക് കിട്ടും. ഇവിടെ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുകയാണ്. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഭൂമിയിൽ മഹോപദ്രവകാലം നടക്കുകയാണ്. അപ്പൊ പ്രാർത്ഥന സ്വർഗത്തിൽ ചെല്ലുന്നു. ആരുടെ പ്രാർത്ഥന? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. ഇവിടെ തർക്കം ഉണ്ടാവും, ആളുകൾ തർക്കിക്കുമ്പോൾ ചോദിച്ചു, സഭ എടുക്കപ്പെട്ടു, ഇനി ഭൂമിയിൽ ആരുടെ പ്രാർത്ഥനയാ? ഭൂമിയിൽ വിശുദ്ധന്മാരുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാം. സഭയാണ് എടുക്കപ്പെട്ടത്. സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഉപദ്രവത്തിൽ കൂടെ, മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് സഭ എന്ന പേരല്ല പറയുന്നത്. ട്രിബുലേഷൻ സെയിൻസ് എന്ന് പറയും. ട്രിബുലേഷൻ സെയിൻസ്. നമ്മൾ എസ്കറ്റോളജിക്കൽ സബ്ജക്റ്റ് പഠിച്ചപ്പോൾ ഈ കാര്യം വിശദമായി പറഞ്ഞതാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അവർക്ക് ട്രിബുലേഷൻ സെയിൻസ് എന്ന് പറയും. ഉപദ്രവത്തിൽ കൂടെ, മഹോദ്രവത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു പറ്റം ആളുകളുണ്ട്. നമ്മൾ അതിനുവേണ്ടി കാത്തു നിൽക്കരുത്. നമ്മൾ സഭയാണ്. എന്താണ് സഭ? അപ്പോൾ ഈ സഭ എന്ന് പറയുന്നത് നമ്മൾ ഈ പേര് കാണുന്ന ബോർഡയിൽ എഴുതി വെച്ചിരിക്കുന്ന സഭയല്ല. കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ആളുകളെ കുറിച്ചാണ് സഭ എന്ന് പറയുന്നത്.
വേർതിരിച്ച ആളുകൾ, എഡ്ഹ എന്ന പഴയ നിമിത്തത്തിൽ പറയുന്നത്, എഡ്ഹ. അല്ലാതെ സഭയെന്ന് നമ്മൾ പേരിൽ ടൈറ്റിലിൽ നിന്നിട്ട് കാര്യമില്ല. എന്താണ് എടുക്കപ്പെടുന്നത്? യേശുക്രിസ്തുവിന്റെ വരവിൽ സഭയാണ് എടുക്കപ്പെടുന്നത്. അപ്പൊ ആ സഭ എടുക്കപ്പെട്ടു. അതിനുശേഷം നടക്കുന്ന കാര്യമാണ് ഏഴാം മുദ്രയെ കുറിച്ച് പറയുന്നത്. ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. കാരണം എന്താ? അവിടെ താഴെ എഴുതിയിട്ടുള്ളത്, ഒരാൾ കയറി വരിക, ഒരാൾ 7 ദൂതന്മാരോടുകൂടെ ഒരാൾ കയറി ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു. ആരാണ് ഈ 7 പേര്? 7 ദൂതന്മാരെ കുറിച്ച് 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. 7 ദൂതന്മാര്. അവരുടെ കയ്യില് വിനാശകരമായ ഉപകരണങ്ങൾ പിടിച്ചവരാണ്. പെർനീഷ്യസ് എക്യുപ്മെന്റ് അവരുടെ കയ്യിലുള്ളത്. പെർനീഷ്യസ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിവിനാശകരമായ ഉപകരണങ്ങൾ കയ്യിൽ പിടിച്ചിട്ടുള്ള 7 ദൂതന്മാരെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. പെർനീഷ്യസ് എക്യുപ്മെന്റ്. ഈ ദൂതന്മാർ അവിടെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ കയറി കടന്നു വരുന്നു. ആ മനുഷ്യനെ ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു മനുഷ്യൻ കയറി കടന്നു വരുന്നു. ആ മനുഷ്യൻ വരുമ്പോഴാണ് സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂർ മൗനം ഉണ്ടാകുന്നത്. ഈ ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? 3-ാമത്തെ വാക്യം, മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപ കലശവുമായി വന്നു യാഗപീഠത്തിനരികെ നിന്നു. അതുകൊണ്ട് ആ മൗനതയുണ്ടായി. ഈ ദൂതന്റെ പ്രത്യേകത എന്താണ്? അവന്റെ കയ്യിൽ ഒരു സ്വർണ്ണ ധൂപ കലശം ഉണ്ടായിരുന്നു. സ്വർണ്ണ ധൂപ കലശം ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എവിടെയാ പ്രാർത്ഥന? ഈ ദൂതന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണ ധൂപ കലശത്തിൽ പ്രാർത്ഥന. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് സ്വർണ്ണ ധൂപ കലശം. എന്റെ ടൈറ്റിൽ എന്താ? ഹൗ ഗോഡ് ട്രീറ്റ്സ് യുവർ പ്രയർ. അത് സ്വർണ്ണ ധൂപ കലശത്തിൽ, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സ്വർണ്ണ ധൂപ കലശത്തിൽ അത് കളക്ട് ചെയ്യുകയാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ. അപ്പൊ ആ പാക്കറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് ഞങ്ങൾ വളരെ കണ്ണുനീരോടുകൂടെ ഹീബ്രു ഭാഷയിൽ പഠിച്ചത് ഒരു ഭാഗമാണ്. ഇത് 3-4 ക്ലാസ്സുകളായിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഈ പഠിപ്പിച്ച അധ്യാപകന് പോലും ആ ഭാഗം പറഞ്ഞു മുഴുവിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിറകണ്ണുകളോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ആ മനുഷ്യൻ കരയുന്നത് ഞങ്ങൾ കണ്ടു. ഒരു ഹീബ്രു സ്കോളറായിരുന്നു അദ്ദേഹം. ഓരോ വാക്ക് പറയുമ്പോഴും അദ്ദേഹം നിലവിളിക്കുക എന്ന് പറയാൻ പറ്റുകയില്ല, അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുകയാണ്, ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം എങ്ങനെയാ കൈക്കൊള്ളുന്നത്, സ്വീകരിക്കുന്നത്? അതൊരു സ്വർണ്ണ ധൂപ കലശത്തിൽ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം വില കൊടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. നമ്മൾ ഏതൊരു സാധനം വാങ്ങുമ്പോഴും അത് പാക്ക് ചെയ്ത് തരും, അല്ലേ? ആ സാധനത്തിന്റെ വില അനുസരിച്ച് അത് പാക്ക് ചെയ്ത് കിട്ടുന്നത്. നിങ്ങൾ സ്വർണം വാങ്ങിക്കാൻ ഒരു കടയിൽ ചെന്നേ, മലയാള മനോരമ പത്രം കീറി അതിൻ്റെ അകത്താണ് പാക്ക് ചെയ്ത് തരുന്നത്? അല്ല. എന്നാ മീൻ കടയിൽ ചെന്ന് കുറച്ച് മീൻ മേടിക്കാൻ ചെന്നേ, അതൊരു കടലാസിന്റെ അകത്ത് പൊതിഞ്ഞു കെട്ടി വിട്ടെന്നിരിക്കാം. നമ്മൾ അതിന്റെ കംപ്ലൈന്റും പറയല. നിങ്ങൾ വില കൂടി ഒരു വസ്തു വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ ചെന്നേ, ആ വസ്തുവിന്റെ വില അനുസരിച്ചായിരിക്കും അതിന്റെ പാക്കറ്റ്. ആണോ അല്ലയോ? അതെ, ആ വസ്തുവിന്റെ വില അനുസരിച്ചായിരിക്കും അതിന്റെ പാക്കറ്റ്. സ്വർണ്ണ വാങ്ങിക്കാൻ ചെല്ലുന്നത് അതുപോലെയുള്ള പാക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. പട്ടുസാരിയ മേടിക്കാൻ ചെന്നാൽ അതുപോലുള്ള പാക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ സ്വർഗത്തിൽ കൈക്കൊള്ളുന്നത് സ്വർണ്ണ ധൂപ കലശത്തിൽ ആണ്. അതാണ് പ്രാർത്ഥനയുടെ വില എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ വില നമ്മൾ സ്വർഗത്തിലും ഭൂമിയിലും ഒക്കെ പഠിച്ചാൽ ഏറ്റവും വില കൂടിയത്, ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിനാ വില. 2,
സ്വർണത്തിന് വില. അതുകൊണ്ട് ആ സ്വർഗത്തിൽ ചെല്ലുമ്പം സ്വർണ വീതികളിലാണ് നമ്മൾ നടക്കുന്നത്, അല്ലെ? സ്വർണ വീതികളിൽ നമ്മൾ നടക്കും. പളുങ്ക് കടൽ തീരത്തു കൂടെ നമ്മൾ നടക്കും. അപ്പോ ഇതിന് യേശുക്രിസ്തുവിന്റെ രക്തം കഴിഞ്ഞാൽ വിലയുള്ളതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് സ്വർണമാണ്. അതുകൊണ്ടുണ്ടാക്കിയ ഒരു കലശത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ ദൈവം സ്വീകരിക്കുന്നു. സ്തോത്രം. അപ്പൊ നമ്മുടെ പ്രാർത്ഥന വിലയില്ലാത്തതല്ല. ഇറ്റ് ഈസ് നോട്ട് വോയിഡ്. അത് വിലയില്ലാത്ത ശൂന്യതയിലേക്ക് പോകുന്ന ഒന്നല്ല. നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന സ്ഥലം അതിപ്രധാനമായ സ്ഥലമാണ്. അത് ദൈവസന്നിധിയാണ്. അത് സ്വർണ്ണ ധൂപ കലശത്തിലാണ് ദൈവം കൈക്കൊള്ളുന്നത്. ആ കാര്യം മറന്നുപോകരുത്. രണ്ടാമത് പ്രാർത്ഥനയുടെ വില എന്തെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുന്നത് ദൈവമാണ്. ദൈവം നിയമിച്ചാക്കിയ ദൂതനാണ്. സ്തോത്രം. ഒരു ദൂതനെ ദൈവം അതിനായിട്ട് നിയമിച്ചാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുവാൻ ദൈവത്തിന്റെ മുൻപിൽ ഒരു മെക്കാനിസം ഉണ്ട്. അത് മറക്കരുത്. ഒരു മെക്കാനിസം ദൈവത്തിനുണ്ട്. There is a divine mechanism that makes the prayer reach in heaven. നമ്മുടെ പ്രാർത്ഥന വഴിയിൽ തടഞ്ഞു പോകാതെ, നമ്മുടെ പ്രാർത്ഥന ഇടവഴിയിൽ വെച്ച് നിന്നു പോകാതെ, ആ പ്രാർത്ഥന ചെല്ലേണ്ടിടത്ത് ചെല്ലുവാൻ ദൈവത്തിനൊരു മെക്കാനിസം ഉണ്ട്. ദൈവം ദൂതന്മാരെ അതിനുവേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. സ്തോത്രം പറയാം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ചത് ദൈവസന്നിധിയിൽ എത്തിയില്ല എന്ന് അർത്ഥമില്ല. ദൈവം അതിന്റെ ടിക്ക് ഓഫാ. എന്താ ടിക്ക് ഓഫാ? ടൈം ലിമിറ്റ്. പറഞ്ഞ ടിക്ക് ഓഫാ. ടൈം ലിമിറ്റിന് വേണ്ടി ദൈവം കാത്തിരിക്കുക. സ്തോത്രം. അപ്പോയിന്റഡ് ടൈമില്, നിർദ്ധാരിത സമയമേ, അത് ദൈവം നമുക്ക് ആ മറുപടി തരേണ്ട കൃത്യ സമയത്ത് ദൈവം അതിന് മറുപടി തന്നിരിക്കും. അല്ലെങ്കിൽ ആ ടിക്ക് ഓഫ് എന്ന് പറയുന്ന വാക്ക് വേദപുസ്തകത്തിൽ തൂത്ത് കളയണം, ഡിലീറ്റ് ചെയ്യണം. There is a tick off for everything. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഒരു മെക്കാനിസം ഉണ്ട്. പ്രാർത്ഥന എങ്ങനെയാണ് അത് സ്വർഗത്തിൽ എത്തിക്കുന്നത്? അതിനുവേണ്ടി ഭൂമിയിലെ നിയമങ്ങൾ ബാധകമല്ലാത്ത സ്വർഗദൂതന്മാരെ ദൈവം നിയമിച്ച് ആക്കിയിരിക്കുന്നു. അപ്പോസ്തലന്മാര് രാത്രിയില് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അതിന്റെ കാരാഗൃഹങ്ങളെല്ലാം ഓടാമ്പലിട്ട് പൂട്ടി ഉറപ്പിച്ചിരിക്കുക. പക്ഷെ ദൂതന്മാർ ഇങ്ങോട്ട് വന്നിട്ട് അത് തുറന്നു. എന്തിനാ ദൂതന്മാരെ ദൈവം ആക്കിയത്? ഭൂമിയിലെ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല. ഭൂമിയിലെ നിയമങ്ങൾ സ്വർഗത്തിലെ ദൂതന്മാർക്ക് ബാധകമല്ല. അവര് നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അത് ചവിട്ടി തുറന്ന്, അല്ലെങ്കിൽ അത് തുറന്ന് ഇങ്ങോട്ട് അകത്തോട്ട് കയറുക. സ്തോത്രം. ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവിടെയുള്ള രാജാക്കന്മാർക്കോ നിയമത്തിനോ കഴിയുമോ? ഇല്ല. സ്തോത്രം. നിങ്ങളെ രക്ഷിക്കുവാനും സഹായിക്കുവാനും പ്രാർത്ഥന കൈക്കൊള്ളുവാനും ദൈവം തന്റെ ദൂതന്മാരെ നിയമിച്ചാക്കിയിരിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, God sends an angel to every human being so that whenever they praise unto God of heaven, his prayer should not be lost anywhere, but instead should be taken to heaven immediately. Our prayers are reaching to heaven immediately. അത് വഴിയിലെങ്ങും നഷ്ടപ്പെട്ടു പോകാതെ സ്വർഗത്തിലെത്തുവാൻ ദൈവം ആ ദൂതന്മാരെ നിയമിച്ചിരിക്കുക. അതാ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ വില. How the Lord considers our prayer. God appoints an angel to collect our prayers. നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ നിയമിച്ചാക്കിയിരിക്കുകയാണ്. മറന്നുപോകരുത്. മൂന്നാമത്, ആ പ്രാർത്ഥനയെ കുറിച്ച് അവിടെ നമ്മൾ വായിക്കുകയാണ്. ഈ ദൂതൻ പ്രാർത്ഥന ഒരു സ്വർണ്ണ ധൂപ കലശത്തിൽ എടുത്തിട്ട് യാഗപീഠത്തിന്റെ അരികത്തേക്ക് വരുന്നു. യാഗപീഠത്തിന്റെ അടുക്കൽ. യാഗപീഠവും യാഗവും ഒക്കെ ആരാധനയും പ്രാർത്ഥനയൊക്കെ കാണിക്കുന്ന അതിന്റെ അടുക്കലേക്ക് വന്നിട്ട് അതിനകത്തോട്ട് 4-ാമത്തെ വാക്യം, ധൂപവർഗത്തിന്റെ പുക
വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് വാങ്ങി അത് സ്വർഗത്തിലേക്ക് കയറി. അതെന്തുവാ? അതവിടെ നമ്മുടെ പ്രാർത്ഥനയൊന്ന് കൺവേർട്ട് ആകുന്നു, നമ്മുടെ പ്രാർത്ഥനയൊന്ന് ട്രാൻസ്ഫിഗർ ചെയ്യുന്നു. എന്താ? അത് സൗരഭ്യ വാസനയായി രൂപാന്തരപ്പെടുന്നു. നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനയും നമ്മുടെ നിലവിളിയും നമ്മുടെ ആശങ്കകളും ഒക്കെ യാഗപീഠത്തിന്റെ അടുത്ത് നിന്ന് ധൂപവർഗം അതിനോട് ചേർത്ത് കഴിഞ്ഞപ്പോൾ, സ്വർണ്ണ ധൂപകലശത്തോട് ആ പ്രാർത്ഥനയോടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയുടെ സ്വഭാവം മാറി. അത് സൗരഭ്യവാസനയായി ദൈവത്തിങ്കിലേക്ക് കയറുകയും ദൈവം അതിനെ ആസ്വദിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അതിനെ ആസ്വദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം ആസ്വദിക്കുന്നു. ഇന്ന് പ്രാർത്ഥനകൾ അല്ലെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവർക്കത് ആസ്വദിക്കാൻ കഴിയുമോ? നമ്മളെന്ത് പറയും? വേഗം പറഞ്ഞു അല്ലെ ചുരുക്കത്തിൽ പറഞ്ഞു, വേഗം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യും, തട്ടിമാറ്റിക്കളയും. ആരുടെയും ദുഃഖങ്ങളും നിരാശകളും കേൾക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല, അല്ലേ? സാക്ഷ്യത്തിനാണെങ്കിലും അല്പം ദീർഘമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ചുരുക്കമായി പറഞ്ഞു, ഇരുന്ന് ഇതൊന്നും കേൾക്കാൻ നമുക്ക് ഇഷ്ടമില്ല. പ്രാർത്ഥന കഴിഞ്ഞിട്ട്, ആരാധന കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് വന്നാൽ ഉടനെ നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് പറയും പ്രാർത്ഥിക്കാം. കാരണം ഇതൊന്നും നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, മനുഷ്യർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ കേട്ടെ, നമ്മുടെ ആശങ്കകളും നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനകളും ആ പ്രാർത്ഥനാ സ്വരങ്ങളും ആസ്വദിക്കുന്നവനാണ്, സൗരഭ്യവാസനയായി സ്വീകരിക്കുന്നവനാണ് സ്വർഗത്തിലെ നമ്മുടെ ദൈവം. പറഞ്ഞേ പറ്റുമോ? സ്തോത്രം പറയാം. ഹല്ലേലൂയ. ദൈവം അത് സ്വീകരിക്കുന്നു. സ്തോത്രം. അത് സൗരഭ്യവാസനയായി ദൈവം സ്വീകരിക്കുന്നു. അത് സ്വീകരിച്ചവിടെ ഇരിക്കുകയല്ല, പ്രാർത്ഥനാ മറുപടി ഭൂമിയിലേക്ക് അയക്കുന്നു. അടുത്ത വാക്യത്തിൽ, 5-ാമത്തെ വാക്യത്തിൽ അയക്കുന്നത് പ്രാർത്ഥനാ മറുപടി ഭൂമിയിലേക്ക് ദൈവം അയക്കുന്നു. സ്തോത്രം. നാം എന്ത് പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥന മറുപടി കേൾക്കുവാൻ നമ്മുടെ കാതുകളെ ഒരുക്കണം. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നവരുടെ നാവ് ഭൂമിയിലാണെങ്കിൽ ചെവി സ്വർഗത്തിലായിരിക്കണം. സ്തോത്രം. ഭൂമിയിൽ വെച്ച് നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെയും സ്വർഗത്തിലെ ദൈവം അത് മറുപടി തരും. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി തരും. അതുകൊണ്ട് ആ വിടുവിക്കും എന്നുള്ള വാക്ക് പറയും. നമ്മളത് പറയുമ്പോൾ ശ്രദ്ധിച്ചു പോയി. ചിലർ പറയുന്നേറ്റാ വെടിവെക്കുമെന്നാ നമ്മൾ കേൾക്കുന്നത്. ദൈവം ഇപ്പം തന്നെ വെടിവെക്കുമെന്ന്. അങ്ങനല്ല, വിടുവിക്കും എന്നാ വാക്ക്. വെടിവെക്കും എന്നാ കേൾക്കുന്നത്. നെറ്റ്വർക്കൊക്കെ സ്ലോ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ കേൾക്കുന്നത്. ഓക്കെ, ദൈവം വെടിവെക്കുമെന്നല്ല, ദൈവം വിടുവിക്കും. ഹല്ലേലൂയ. അതാണ് പ്രാർത്ഥനയുടെ മറുപടി. സ്വർഗത്തിൽ നിന്ന് ആ മറുപടി ഭൂമിയിലേക്ക് ദൈവം അയക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രതിഫലം നൽകുന്ന ദൈവം, പ്രബോധനങ്ങൾക്കു പ്രവാചകന്മാരെ ഭൂമിക്കു നൽകിയ ദൈവം. നമ്മുടെ പ്രാർത്ഥനകളൊന്നും അന്തരീക്ഷത്തിൽ അലിയുന്നില്ല. നമ്മുടെ കണ്ണുനീരൊന്നും നാം ഇരിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ പായലോ നമ്മുടെ ബെഡിലോ ഒന്നും അലിഞ്ഞു ചേരുന്നില്ല. അതിനൊക്കെ തക്ക സമയത്ത് മറുപടി തരുന്ന സ്വർഗത്തിലെ ഒരു ദൈവം ഇന്നും ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ദൂതൻ കയറി കടന്നു വരുന്നു. പ്രത്യേകത എന്താ? അവന്റെ കയ്യിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അടങ്ങിയ സ്വർണ്ണ ധൂപ കലശമുണ്ട്. ഇത് കണ്ടപ്പോൾ ഭൂമിയിലെ സകല പ്രോഗ്രാമുകളും നിർത്തി പ്രാർത്ഥനയെ ആസ്വദിക്കുവാൻ സ്വർഗം അരമണിക്കൂർ മൗനം ആചരിക്കുന്നു. കാരണം സ്വർഗത്തിലെ അതിപ്രധാനമായ ഘടകമാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. എന്നാ നല്ല കരുത്തുറ്റ, നല്ല പഠിപ്പിക്കാൻ സമർത്ഥര അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പളോ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കയറി വരികയാണെന്ന് വിചാരിച്ചേ,
ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ അന്നേരം ക്ലാസ് നിർത്തും. കാരണം ആ ക്ലാസ്സിനേക്കാൾ, പഠിപ്പിക്കുന്ന അധ്യാപകനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റ് അവിടെ വന്നു. എന്താ? പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ പ്രിൻസിപ്പള്, ഹെഡ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് വരുന്നു. അവിടെയുള്ള കാര്യങ്ങളെല്ലാം നിർത്തി കഴിഞ്ഞിട്ട് പ്രിൻസിപ്പളിനെ എല്ലാവരും വളരെ പ്രതീക്ഷയോട് നോക്കും. എന്താ വന്നേ, എന്തോ പറയാൻ വന്നേ, എന്താ വന്നേ? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. അധ്യാപകൻ ക്ലാസ് നിർത്തും. കാരണം ആ ഇമ്പോർട്ടൻസ് പ്രധാന അധ്യാപകനിലേക്ക് വഴിമാറുകയാണ്. എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ദൈവവും ദൂതന്മാരും ഇരിക്കുന്ന ക്യാബിനറ്റിലേക്ക് ഒരു സാധാരണ ദൂതൻ സ്വർണ്ണ ധൂപകലശവുമായി വന്നപ്പോൾ സ്വർഗത്തിൽ മൗനമുണ്ടായി. കാരണം how God treats your prayer. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, സ്വർഗത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്. ആമേൻ പറയാം. ആമേൻ, ആമേൻ. ആ വാക്യത്തിന്റെ അക്ഷരങ്ങളിൽ കൂടെ ദൈവമക്കൾ സഞ്ചരിച്ചിട്ട് അതിന്റെ പൊരുൾ കണ്ടുപിടിക്കണം. എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കുവാൻ സ്വർഗം അത് ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അത് ആസ്വദിക്കുവാൻ, അത് കേൾക്കുവാൻ വിശുദ്ധന്മാരുടെ നിലവിളിക്ക് അവന്റെ ചെവി തുറന്നിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം, നിശ്ചയമായി നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവമക്കളുടെ പ്രാർത്ഥനകളെ ദൈവം സ്വീകരിക്കുന്നു. സ്തോത്രം. അല്ലെ? കരയുന്ന, വേദപുസ്തകത്തിൽ പറയുന്നു, സങ്കീർത്തനങ്ങൾ 66:20 എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയ എങ്കിൽ നിന്നും എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതിരിക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് കരയുന്ന കാക്കക്കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പോലും ദൈവം മറുപടി കൊടുക്കുക. 147 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ കാക്കക്കുഞ്ഞുങ്ങൾ കരയുന്നതിന്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴ ഒരുക്കുന്നു. അപ്പൊ ഇത് കണ്ടിട്ടായി കാക്കക്കുഞ്ഞുങ്ങൾ കരയുന്നേ. എന്താ? അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴ ഒരുക്കുന്നു. അപ്പം മൃഗങ്ങളും കാക്കക്കുഞ്ഞുങ്ങൾ കരയും. എന്തിനാ? ഇരയ്ക്കായി. അവർക്ക് ഭക്ഷണം എവിടുന്നാ? ഈ മഴ ഇങ്ങനെ തോരാതെ പെയ്താൽ മേഘം, കാർമേഘ പടലങ്ങൾ ആകാശമേഘങ്ങളിൽ കുമിഞ്ഞുകൂടുമ്പോൾ മൃഗങ്ങളും കാക്കക്കുഞ്ഞുങ്ങളും ഇരയ്ക്ക് വേണ്ടി കരയും. കരയുമ്പോ എന്ത് ചെയ്യും? ദൈവം അതുപോലും കാണാതെ വിടുകയല്ല. 147 സങ്കീർത്തനത്തിൽ അതിന് മറുപടി പ്രവാചക വരേണ്യനായ ദാവീദ് പറയുകയാണ്, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. എന്നിട്ട് 16 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ പഞ്ഞി പോലെ മഞ്ഞു പെയ്യ്ക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു. അതാണ് ആഹാരം. സ്തോത്രം. മേഘം കൊണ്ട് ആകാശമണ്ഡലത്തെ മൂടി ഭൂമിക്ക് മഴ പെയ്ച്ചിട്ട് സസ്യലതാദികളെ സന്തോഷിപ്പിക്കുക മാത്രമല്ല, ആഹാരത്തിന് വേണ്ടി കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും ആഹാരം ചരതിച്ചു വെച്ച് കൊടുത്തിട്ടാണ് ദൈവം മറുഭാഗത്ത് മഴ പെയ്യിക്കുന്നതെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മറന്നുപോകരുത്. അപ്പൊ കരയുന്ന എന്ന വാക്ക് ഇൻവേർട്ടർ കോമാലിട്ട് വേദപുസ്തകത്തിൽ വായിക്കണം. കരയുന്നവർക്ക് അവൻ മറുപടി കൊടുക്കും. സ്തോത്രം. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, നെടുവീർപ്പിട്ട് കരയുന്ന, അല്ലെ? നെടുവീർപ്പിട്ട് കരയുന്ന. കേട്ടെ പോവല്ലേ, കേട്ടെ. നെടുവീർപ്പിട്ട് കരയുന്നു. അത് യെഹെസ്കേൽ പ്രവാചന പുസ്തകം 9-ാം അധ്യായത്തിൽ, യെഹെസ്കേൽ പ്രവാചന പുസ്തകത്തിൽ 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. യെരുശലേം എന്ന് പറയുന്ന മഹാനഗരത്തെ നശിപ്പിക്കാൻ പോവുക. നശിപ്പിക്കുവാൻ പോവുകയാണ്. നശിപ്പിക്കാനായിട്ട് 6 പുരുഷന്മാർ വെൺമഴു കയ്യിൽ പിടിച്ചിട്ട് വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കെരൂബുകളിൽ നിന്ന് ഇറങ്ങി ഉമ്മരപ്പടിയിൽ ഇരുന്നതിന് ശേഷം പുറത്തേക്ക് നോക്കുമ്പോൾ വെൺമഴു പിടിച്ച 6 പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് 7ാമത് നിൽക്കുന്ന മഷിക്കുപ്പിയുമായി നിൽക്കുന്ന
ആ പുരുഷനെ ദൈവത്തിന്റെ ദൂതൻ കൈകാട്ടി വിളിച്ചു, ഇങ്ങോട്ട് വന്നേ. ഈ 6 പുരുഷന്മാർ വെൺമഴു കയ്യിൽ പിടിച്ചിട്ട് ദേശത്തെ നശിപ്പിക്കുവാൻ പോകുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. ഈ 6 പുരുഷന്മാരുടെ മുൻപിൽ കൂടെ നടന്നു എന്നിട്ട് നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടണം. സ്തോത്രം. നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടണം. അടയാളത്തിന് പറയുന്ന പേര് തോവ്. ഇബ്രായ ഭാഷയിൽ ആ മുദ്ര തോവ് എന്ന് പറയും. തോവ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ്. തോവ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ടച്ച്. സെപ്പറേറ്റഡ് അവര്. ഡോണ്ട് ടച്ച്. ഈ അടയാളമുള്ള മുദ്രയുള്ള ആളെ തൊടാൻ പാടില്ല. ദൈവം കൽപ്പിച്ചാക്കിയ ഒരാള് നെടുവീർപ്പിട്ട് കരയുന്നവരുടെ നെറ്റിയിൽ ഒരു മുദ്രയിട്ടു. മുദ്രയിട്ടപ്പോൾ വെൺമഴു പിടിച്ച 6 പുരുഷന്മാർക്ക് മനസ്സിലായി ഇവരെ തൊടാൻ പാടില്ല. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ അടയാളമുള്ള ഒരാളെ പോലും വെൺമഴു പിടിച്ച ആളുകൾ തൊട്ടില്ല. ബാക്കിയുള്ളവരെ സംഹരിച്ചു കളഞ്ഞു. ഈ വാക്കുകളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നെടുവീർപ്പിട്ട് കരയുന്നവരായിരിക്കും. നെടുവീർപ്പിട്ട് കരഞ്ഞാൽ എന്ത് ചെയ്യണം? ലോകത്തെങ്ങും വരാനിരിക്കുന്ന സംഹാരത്തിൽ ഞാൻ നിന്നെ വിടുവിക്കും. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തെയും ബാക്കി പറഞ്ഞ് നിനക്ക് പേടിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നിങ്ങൾ ആരാണെന്ന് അറിയാമോ? മുദ്രയിടപ്പെട്ടവരാ, നെടുവീർപ്പിട്ട്. ഹല്ലേലൂയ. ലാഘവത്തോടുകൂടെ പ്രാർത്ഥിക്കുകയല്ല, ജീവിതത്തിലെ വിഷയങ്ങളുടെ മേൽ നെടുവീർപ്പിട്ട് കരയുന്നവരായിരിക്കണം. നെറ്റിമേൽ തോവ് എന്ന് പറയുന്ന മുദ്ര. സെപ്പറേറ്റഡ്. ഐ ആം സെപ്പറേറ്റഡ്. ഐ ആം സെപ്പറേറ്റഡ്. സ്തോത്രം. ഞാൻ മാറ്റി നിർത്തപ്പെട്ടവനാണ്. കാരണം എന്താ? ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ് എന്ന് പറയാൻ കഴിയും. ദാറ്റ് ഈസ് ദ ഇമ്പാക്ട് ഓഫ് പ്രേയർ. അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ സ്വാധീനം എന്ന് പറയുന്നത്. പ്രേയർ അട്രാക്ട്സ് ഗോഡ്. ദൈവത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ ആകർഷിക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. പ്രേയർ അട്രാക്ട്സ് ഗോഡ്. ഹല്ലേലൂയ. കുനിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മുഖം ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ മുഖം നിങ്ങളുടെ മേൽ ആകർഷിക്കപ്പെടും. പ്രേയർ അട്രാക്ട്സ് ഗോഡ്. 2, പ്രേയർ മൂവ്സ് ഏഞ്ചൽസ്. പ്രേയർ മൂവ്സ് ഏഞ്ചൽസ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അനുകൂലമായി ദൈവം തന്റെ ദൂതന്മാരെ നിയമിച്ചാക്കും. വിശ്വസിച്ചേ. നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്റെ ദൂതന്മാരെ ദൈവം നിയമിച്ചാക്കും. പ്രേയർ മൂവ്സ് ഏഞ്ചൽസ്. ഹല്ലേലൂയ. ഞാൻ ഈ മീററ്റിനടുത്ത് ഒരു സ്ഥലമുണ്ടല്ലോ, കിലാബരീഷിദുകൾ. അലിസാന്റിക്ക് അറിയായിരിക്കും. മീററ്റിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരെയാണ് കിലാബരീഷിദുകൾ. പണ്ട് പഞ്ചപാണ്ഡവന്മാരെ പരീക്ഷിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു രാത്രിയിൽ ഞങ്ങൾ ഫിലിം കാണിച്ചിട്ട്, പണ്ട് കാലത്ത് ഈ ജീസസ് ഫിലിം കാണിക്കാൻ പോകും. ജീസസ് ഫിലിം കാണിച്ചിട്ട് തിരിച്ചു വരുക. കരിമ്പും കാട്ടിൽ കൂടെയാണ് വരുന്നത്. കരിമ്പും കാട്ടിന് നടുക്കൊരു ചെറിയ വഴിയുണ്ട്. ഒരു കുതിരവണ്ടിക്ക് പോകാവുന്ന വീതിയിലുള്ളൊരു വഴിയേ ഉള്ളൂ. അപ്പൊ ഈ കരിമ്പുംകാട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു സൈഡിൽ നിന്ന് മറു സൈഡ് കാണാൻ വയ്യാത്ത പോലെ ദൂരത്തിലായി കരിമ്പുംകാട് കിടക്കുന്നത്. വലിയ ഒരു 1.5 ആൾ പൊക്കത്തിൽ ഈ കരിമ്പുംകാട് വളർന്നു നിൽക്കുക. അപ്പൊ ഞങ്ങൾ ജീസസ് ഫിലിം കണ്ടിട്ട് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം വാടകയ്ക്ക് എടുത്ത് അന്ന് പോകുന്നത്. അപ്പൊ അന്ന് രാത്രി തന്നെ തിരിച്ചു വരണം, ഈ ഡ്രൈവറിന് തിരിച്ചു വരണം. അപ്പൊ ഞങ്ങൾ ഇതിന്റെ മെഷീനും എല്ലാം വാഹനത്തിന്റെ അകത്ത് കയറ്റി ഒരു 9 മണി 10 മണി ആയി കാണും. എടുത്ത് കയറ്റി ഈ വാഹനത്തിനകത്ത് വെച്ചിട്ട് 3-4 പേര് ഈ വാഹനത്തിന്റെ അകത്ത് കയറി ഞങ്ങള് ഗ്രാമം വിട്ടു. കരിമ്പുംകാടിന് നടുവിലുള്ള ഈ ചെറിയ റോഡിലേക്ക് പ്രവേശിച്ച് കരിമ്പുംകാടിന്റെ ഏകദേശം മധ്യഭാഗത്ത് വന്നപ്പോ ഈ കരിമ്പുംകാട്ടിൽ നിന്ന് 4 പേര് റോഡിലോട്ട് കയറി നിന്നിട്ട്
ഞങ്ങൾക്ക് മുഖമായി തിരിഞ്ഞു നിൽക്കുന്നു. പ്രാവശ്യം അങ്ങോട്ടും ഞങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുക. വണ്ടി ഞങ്ങൾ അതിൻ്റെ അടുത്ത് വന്ന് നിന്നു. അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ഈ പുറകിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു, കൈ കെട്ടിയിരിക്കുന്ന പോലെ. പക്ഷെ അവരുടെ കയ്യിൽ വണ്ണമുള്ള കുറുവടിയായിരുന്നു, വലിയ വടി, വണ്ണമുള്ള വലിയ വടി. ആ വടി കൊണ്ട് തല്ലുകയൊന്നും വേണ്ട, അതിനു മുമ്പ് ഞങ്ങൾ ചത്തുപോകായിരുന്നു. അതുപോലത്തെ വടിയാണ്, ഞങ്ങളെക്കാളും വണ്ണമുള്ള വടി. എന്റെ ജീവൻ അവിടെ വെച്ചേ പോയി. പ്രാർത്ഥനയും മറന്നു. സത്യം പറയുക, ഇത് നമ്മൾ ഈ പോസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ജീവൻ ഈ പാതി സ്വർഗത്തോളം എടുക്കപ്പെട്ടു. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എന്റെ ജീവനൊക്കെ അങ്ങ് പോയി. ഇങ്ങനെ ആരോഗ്യമൊക്കെ പോയി. ഇങ്ങനെ പുറയിലത്തെ സീറ്റിൽ ഇങ്ങനെ തളർന്നു കിടക്കുക. അപ്പം ഈ സ്വർഗത്തിൽ അരമണിക്കൂർ മൗനം ഉണ്ടായെന്ന് പറഞ്ഞാൽ പിന്നെയും ഭേദമുണ്ട്. അതിനേക്കാളും മൗനം ഞങ്ങളുടെ വാഹനത്തിലുണ്ടായി. ആരും ഒന്നും മിണ്ടുന്നില്ല, തമ്മിൽ നോക്കുന്ന പോലും ഇല്ല. ഇവര് 4 പേരും കൂടെ 4 സൈഡിലോട്ട് വന്നിട്ട് 4 ഡോറും വലിച്ചു തുറന്നു. എന്നിട്ട് ഓരോരുത്തരെ പിടിച്ച് പുറത്താക്കിയിട്ട് ഇവര് ഓരോരുത്തരെ കരിമ്പങ്കാട്ടിലോട്ട് കൊണ്ടുപോവുക. എന്നെയും വലിച്ചുകൊണ്ട് ഈ കരിമ്പങ്കാട്ടിലോട്ട് കൊണ്ടുപോയി. അതെങ്ങനെയാ കൊണ്ടുപോയെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു കയ്യെ വലിച്ചപ്പോൾ എൻ്റെ 2 കാലും ഒരു തലയും ഒരു കയ്യും ഒക്കെ റോഡിൽ കൂടെ ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ പോവുക. ഇതെന്നെ വലിച്ച് ആ മണ്ണും വെള്ളവും ചെളിയൊക്കെ അതിൻ്റെ അകത്ത് കിടക്കുന്നത്, അതിൻ്റെ അകത്തൂടെ വലിച്ചുകൊണ്ട് പോവുക. ഇനി എന്നെ തല്ലേണ്ട ആവശ്യം അദ്ദേഹത്തിന്. എന്നെ കണ്ടപ്പോൾ വിളിക്ക് തല്ലാൻ തോന്നിയൊന്നും തോന്നുന്നില്ല. ഏതായാലും എന്നെ തല്ലിയില്ല, ബാക്കിയുള്ളവർക്കിട്ടൊക്കെ ഓരോന്ന് കിട്ടി. ഈ കരിമ്പങ്കാട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ ഉടനെ സംഭവിച്ചെന്നറിയാമോ? ഞങ്ങൾ വന്ന ഗ്രാമത്തിൽ നിന്ന് പന്തം കൊളുത്തിയിട്ട് ഒരു കൂട്ടം ആളുകൾ അവിടുന്ന് പുറകെ ഓടി വരുന്ന കേട്ടോണ്ട് ഞങ്ങളെ പിടിച്ച ആളുകൾ ഇട്ടിട്ടങ്ങ് പോയി. ഞങ്ങൾ പിന്നെ പതുക്കെ അവിടുന്ന് കഴിഞ്ഞ് വന്ന് വാഹനത്തിന്റെ അടുത്ത് വന്നു. എല്ലാവരും വന്നു, ഡ്രൈവറും വന്നു, ഞങ്ങളെല്ലാവരും കൂടെ ഒരു 10 മിനിറ്റ് വന്നു. ഇപ്പം ഈ ഞങ്ങളെ പിടിച്ച ആളുകൾ ഓടിയങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ പന്തം കൊളുത്തി വന്നവർ ഞങ്ങളെ സഹായിച്ചിട്ട് ആ വാഹനം അവിടെ നിർത്തി തന്നെ തിരിച്ച് ഞങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയിട്ട് അവർ ഞങ്ങളെ വസ്ത്രമെല്ലാം കഴുകി ഞങ്ങൾക്ക് ചൂടുവെള്ളം എല്ലാം തന്ന് ഞങ്ങളെ അവിടെ ഇരുത്തിയതിന് ശേഷം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സുവിശേഷം ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത്? ഞങ്ങളെ പിടിക്കാൻ വന്ന ഈ കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഇവിടുന്ന് ഫിലിം കാണിച്ചിട്ട് പോയ ആളുകളെ വഴിക്ക് വെച്ച് ആരോ പിടിച്ചു, നിങ്ങൾ പെട്ടെന്ന് എന്ന് ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ ആ ആളാരാന്ന് അവർക്കും അറിയത്തില്ല. ഈ ഗ്രാമത്തിൽ ഇതുവരെയും കാണാത്ത ഒരു മനുഷ്യൻ, ആ ഗ്രാമത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് ഞങ്ങളെ ഈ മെസ്സേജ് അറിയിച്ചു, നിങ്ങൾ വേഗം ചെല്ല്, ആ മനുഷ്യരെ ആരോ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഗ്രാമത്തിലെ ആളുകളെല്ലാം അവിടെ 60-70 പേര് അന്നേരം അവിടെ കൂടി. അവർ പറയും, ആ ഗ്രാമത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ ഞങ്ങളോട് വന്നാണ് ഈ മെസ്സേജ് അറിയിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ദൈവം തന്റെ ദൂതനെ അയച്ച് ഞങ്ങളെ സഹായിച്ചു എന്ന്. ആരും ഒരു സ്തോത്രം പോലും പറയുന്നില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, നിശ്ചയമായി പ്രാർത്ഥിക്കാം. എത്രയോ വിടുതലുകൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം. എത്രയോ വിടുതലുകൾ. സ്തോത്രം. ഇപ്പൊ prayer attracts God and prayer moves angels. Prayer moves angels. ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് തന്റെ ഭക്തന്മാരെ വിടുവിക്കും. 3, prayer attacks demons. Prayer attacks demons. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാത്താന്യ ശക്തികളെ ദൈവം നിഷ്ക്രിയമാക്കും. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് സാത്താന്യ ശക്തിയെ നിഷ്ക്രിയമാക്കുവാൻ കഴിയും. സ്തോത്രം. അതാണ് പ്രാർത്ഥനയുടെ മറ്റൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. 4-ാം സങ്കീർത്തനത്തിൽ 2-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം അവരുടെ കെട്ടുകളെ അഴിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. നോക്കുക, നാം പ്രാർത്ഥിക്കുമ്പോൾ
സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതന്മാരെ അയക്കുകയും സാത്താന്യ ശക്തികളെ നിർത്തിക്കളയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സങ്കീർത്തനത്തിന്റെ അകത്തൊരു വാക്യമുണ്ട്, സാത്താനെ ദൈവം ഉറയിച്ച് നിൽക്കുമാറാക്കി. സാത്താനെ ദൈവം ഉറയിച്ച് നിൽക്കുമാറാക്കി. 4-ാം സങ്കീർത്തനത്തിലാന്ന് തോന്നുന്നു ആ വാക്യം. 2-ാം സങ്കീർത്തനത്തിൽ 4-ാമത്തെ വാക്യത്തില്, 2-ാം സങ്കീർത്തനത്തിലോ 4-ാമത്തെ വാക്യത്തിലോ ആ വാക്യമുണ്ട്, സാത്താനെ അവരുടെ കെട്ടുകളെ പൊട്ടിച്ച അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. വായിച്ച വാക്യം ഇത് തന്നെയാണ്. 8-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. 8-ാം സങ്കീർത്തനം, നിന്റെ നിമിത്തം, നിന്റെ വൈരികൾ നിമിത്തം, ശത്രുവിനെയും പകയിനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. മതി. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ എന്ന് പറഞ്ഞാൽ സ്റ്റില്ലാക്കുവാൻ ഇംഗ്ലീഷ് ആക്കുന്നത്. സ്റ്റില്ലാക്കുവാൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉറയിച്ചു നിർത്തുവാൻ. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ദൈവം ബലം നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ശത്രു നിങ്ങളെ ആക്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ വാ തുറന്നൊരു സ്തോത്രം പറഞ്ഞാൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ശത്രു സ്റ്റില്ലായി പോകും, ഉറച്ചു നിൽക്കുമാറാണ്. ഞങ്ങളെ ഒരു ദൈവദാസൻ പഠിപ്പിച്ച ഇങ്ങനെയാ. ഞങ്ങളുടെ സീനിയറായ ഒരു ദൈവദാസൻ, ആ ദൈവദാസൻ പറഞ്ഞ ഇങ്ങനെയാ, ശത്രു നിങ്ങളെ ആക്രമിക്കാനായിട്ട് ഇങ്ങനെ വരികയാണെന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് നോക്കിയേ, ഈ വീഡിയോയിലോട്ട് നോക്കിയേ. ശത്രു നിങ്ങളെ ആക്രമിക്കുവാൻ തന്റെ ആയുധവുമായിട്ട് ഇങ്ങനെ ഓങ്ങി വരുമ്പോൾ നിങ്ങളുടെ വാ തുറന്നൊരു സ്തോത്രം പറയുമ്പോൾ ആ ശത്രു അങ്ങനെ തന്നെ നിന്നുപോകും. ആമേൻ. ഉണ്ടോ? കരണ്ട് പോയതല്ല, ഇങ്ങനെ നിന്നുപോകും സാത്താൻ. സ്തോത്രം. ശത്രുവിനെ മിണ്ടാതാക്കുവാൻ നിങ്ങളുടെ വായിൽ ദൈവം ബലം നിയമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വായിൽ ദൈവം ബലം നിയമിച്ചിട്ടുണ്ട്, വൈരികളെയും പകയനെയും മിണ്ടാതാക്കുവാനുള്ള ബലം. അപ്പം prayer attacks demon and Satan, and God cancel the devices of Satan, the plans and strategies of Satan over you. നിങ്ങളുടെ മേലുള്ള പിശാചിന്റെ പദ്ധതികളെ ദൈവം തകർത്തുകളയും പ്രാർത്ഥനയിൽ കൂടെ. വിശ്വസിക്കുന്നവർക്ക് ഒരു സ്തോത്രം പറയാം. നമ്മുടെ മക്കളുടെ മേലോ നമ്മുടെ കുടുംബത്തിന്മേലോ പിശാചിന്റെ പദ്ധതികൾ വിജയിക്കുക ഇല്ല. മക്കളുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതികളൊന്നും മക്കളുടെ മേലുള്ള പിശാചിന്റെ പദ്ധതികളൊന്നും വിജയിക്കത്തില്ല. കാരണം മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, മക്കൾ ദൈവത്തിന്റെ പ്രതിഫലമാണ്, മക്കൾ ദൈവത്തിന്റെ ഓഹരിയാണ്. ഹല്ലേലൂയ. परमेश्वर का दान है बच्चा, परमेश्वर का प्रतिफल है बच्चा परमेश्वर का वारिश है. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഇന്ത്യക്കാരെ കൊണ്ട് ഇത് പറയിപ്പിക്കും. है ना? आपके बच्चा परमेश्वर की ओर से दान है, द गिफ्ट ऑफ गॉड. आपके बच्चे परमेश्वर की ओर से प्रतिफल है. മക്കൾ പ്രതിഫലമാണ്. ബच्चा परमेश्वर की ओर से वारिश है. വാരിശ്. ഹല്ലേലൂയ. ഓഹരിയാണ്. 112-ാം സങ്കീർത്തനം 128-ാം സങ്കീർത്തനത്തിലെ ആ വാക്യം. 3 കാര്യങ്ങൾ മറന്നു പോകരുത്. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരോ ദുഃഖിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഇന്ന് ഈ 3 കാര്യങ്ങൾ എഴുതിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രയർ അറ്റാക്സ് സൈറ്റൻ, ഡിമോൺസ് ആൻഡ് സൈറ്റൻസ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ കൂടെ പിശാചിന്റെ സകല പദ്ധതികളും തകർക്കപ്പെടും. നമ്മുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. 4, prayer unlocks us. prayer unlocks us. നമ്മളെ പ്രാർത്ഥന സ്വതന്ത്രരാക്കും. ദുഃഖങ്ങളിൽ നിന്ന്, നിഷ്ക്രിയത്വങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് നമ്മുടെ ചിറകുകളെ അടിച്ചുയരത്തിലേക്ക് പറക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കും. prayer unlocks us. ദൈവം നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ നമ്മളെ വിടുവിക്കും, നമ്മളെ സ്വതന്ത്രരാക്കും. മറന്നു പോകരുത്.
ഹല്ലേലൂയ. ആൻഡ് പ്രയർ ട്രാൻസ്ഫോംസ് us. ഇതിനെല്ലാം വാക്യങ്ങളുണ്ട്. ഇത് തലക്കെട്ട് കുറിച്ച് വെച്ചിട്ട് അത് വാക്യങ്ങൾ കണ്ടുപിടിക്കണം. പ്രയർ ട്രാൻസ്ഫോംസ് us. പ്രാർത്ഥിക്കുന്ന ആളുകളെ കണ്ടാൽ അറിയാം അവർ രൂപാന്തരപ്പെട്ടവരായിരിക്കും. ചതഞ്ഞ ചാബല്യത്തിന്റെ വാക്കുകൾ പിന്നെ പറയാൻ പാടില്ല. കാരണം എൻ്റെ കാര്യം ഞാൻ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ മറുപടിക്ക് കാത്തിരിക്കുന്ന ഒരാളാണ്. ഹല്ലേലൂയ. എൻ്റെ കാര്യം ഞാൻ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ മറുപടിക്ക് കാത്തിരിക്കുന്ന ഒരാളാ. ഇനി പ്രാർത്ഥിച്ചതിന് വിരുദ്ധമായി ഞാനൊന്നും പറയത്തില്ല. ഹല്ലേലൂയ. അല്ലേ? എൻ്റെ മോൻ കുഞ്ഞായിരുന്നപ്പം മമ്മിയോട് പോയി പറയുമായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് വേണം കേട്ടോ. മമ്മി ചോദിക്കും, അത് പറയേണ്ട കാര്യമുണ്ടോ? 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് അവൻ പിന്നെയും വന്ന് പറയുക, ബ്രേക്ക്ഫാസ്റ്റ് തരുവോ? പിന്നെ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞു എന്ന് പറയും, ബ്രേക്ക്ഫാസ്റ്റ് തരുവോ? പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ വന്ന്, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ മമ്മി, തരുവോ? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, നിശ്ചയമായും മമ്മി പിന്നെ അതിനുമേലെ വർക്ക് ചെയ്യുന്നത്. കാരണം എൻ്റെ മോന് വിശക്കുന്നു എന്ന് മമ്മിക്ക് മനസ്സിലാവും. പിന്നെ അതിന് മമ്മി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എൻ്റെ ദൈവം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതിനാണ് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ പറയാം. ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗോഡ് ഈസ് വർക്കിംഗ് ഫോർ അസ്. അതിന് പ്രാർത്ഥന വേണം. ഹല്ലേലൂയ. അതിന് ഞാനൊരു വാക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ടൊക്കിനിത്ത് എന്നൊരു വാക്ക്. ടൊക്കിനിത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മഹേഷ് ബത്ത് എന്ന് പറഞ്ഞാൽ, ഗോഡ് ഹാസ് എ മാസ്റ്റർ പ്ലാൻ ഫോർ അസ്. God has a mandate for us. God has a divine plan and purpose for us. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ നമ്മെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ദൈവം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം എങ്ങനെയാ ഡിവൈൻ പർപ്പസിലെ ഇൻക്ലൂഡ് ആകുന്നത്? പ്രാർത്ഥനയിൽ. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയുടെ ഭാഗമായി നിൽക്കണം. ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ കാര്യങ്ങളുടെ മേലും ദൈവം മറുപടി അയക്കും. പ്രാർത്ഥന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇമ്പാക്റ്റുകളുണ്ട്, അതിന് സ്വാധീനമുണ്ട്, അതിന് മാറ്റിമറിക്കുവാൻ കഴിയും. അത് ശക്തമായ ആയുധമാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, എരിവുള്ളവരായി പ്രാർത്ഥിക്കുക. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ദൈവത്തെ സ്പർശിക്കുന്ന ഘടകമാണ് പ്രാർത്ഥന. ഇന്ന് പ്രാർത്ഥനയ്ക്കായി പിന്നെയും ദൈവം നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്നുള്ള നല്ല വാക്കുകളോടുകൂടെ എൻ്റെ ക്ലാസ്സിന് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.